അവിടെ ഇവിടെ എന്തെല്ലാം കൃഷി ചെയ്തിട്ടില്ലേ? പിന്നെ താലൂരി, കയ്പ, കോവക്ക, മറ്റേ മുളക്, കക്കിരി, പയറ്, വെണ്ട, പൊളിക്കിഴങ്ങ്. ഏതാണ് നിന്റെ കൃഷി രീതി? കൃഷി രീതി പിന്നെ ചീരയും മറ്റേ കൊള്ളിക്കിഴങ്ങും നാടൻ രീതി, ബാക്കിയെല്ലാം പ്രസിദ്ധമാണ്. കംപ്ലീറ്റ് കൃത്യത രീതി, കൃത്യത കൃഷി പ്രസിദ്ധമാണ്. എങ്ങനെയാണ് ഈ കൃഷിനെ കുറിച്ച് നല്ല അഭിപ്രായം? കൃഷി നല്ല അഭിപ്രായമാണ്. ഉൽപ്പാദനം ചിലവിട്ടതിൻ്റെ പൈസ നമുക്ക് ഒറ്റ പ്രാവശ്യം കൊണ്ട് വരും. പിന്നെ 2-3 പ്രാവശ്യം കൊണ്ട് അതിന് മിച്ചം പിടിക്കാം. നമ്മൾ അധ്വാനത്തിൻ്റെ എല്ലാ പ്രതിഫലവും അതിനകത്ത് കിട്ടും. പിന്നെ ഒരു പ്രാവശ്യം ചെയ്താൽ 3 പ്രാവശ്യം മൾച്ചിങ് ഷീറ്റ് ഉപയോഗിക്കാം. പിന്നെ ഇതിൻ്റെ മറ്റ് പൈപ്പും പിന്നെ മറ്റുള്ള സാധനവും 6-7 വർഷം വരെ കിട്ടും. ഏറ്റവും സുഖകരം. അടിയിൽ പിന്നെ കിൻഡൽ കണക്കിന് ജൈവവളം ഇടുക. അതിനുശേഷം പിന്നെ മണ്ണിട്ടിട്ട് പൈപ്പും ഇതെല്ലാം ഫിറ്റാക്കിയിട്ട് വെഞ്ചുറി ഓണാക്കിയിട്ട് വെള്ളം കൊടുത്ത് നല്ലോണം വെഞ്ചുറിയും പച്ചവെള്ളവും കൊടുത്ത് നല്ലോണം മിക്സ് ചെയ്തതിന് ശേഷം ചെടി നട്ടു 1.5 മാസം കൊണ്ടാണ് ഈ പരുവത്തിൽ. നിങ്ങൾ പാരമ്പര്യമായിട്ട് കൃഷി ചെയ്താൽ? എൻ്റെ കുടുംബം പാരമ്പര്യമായിട്ട്. പക്ഷേ ഞാൻ കൃഷിയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ചിന്തിച്ച് കൃഷിയെ ഞാൻ കുറ്റപ്പെടുത്തിയിട്ട്, പക്ഷേ കടുത്ത ജീവിതാനുഭവം കൊണ്ട് വീണ്ടും കൃഷിയിലേക്ക് വന്നു. ഞാൻ ഇതിൽ വരുന്നതിന് മുമ്പേ 12 മേഖലയിലെത്തി. അതെല്ലാം പൊട്ടിപ്പൊളിഞ്ഞ് വീണ്ടും കൃഷിയിലെത്തി. 2 കുട്ടികളെയും കടമെടുത്തിട്ട് രണ്ടാളെയും മംഗലാപുരത്ത് മാനേജ്മെൻറ്റ് ഓട്ടി പഠിപ്പിച്ച് ഇന്ന് അവർ 2 വിദേശ സുഖമായിരിക്കുന്നു. 20 ലക്ഷം റുപ്യ കടമുണ്ടായിരുന്നു. 13 ലക്ഷം റുപ്യ ഞാനും എൻ്റെ ഭാര്യയും കൂടെ പണിയെടുത്തിട്ട് കടം മേടി. പിന്നെ മക്കളെ സഹായിച്ചിട്ട് ക്ലോസ് ചെയ്യും. ഇപ്പം പിന്നെ ഞാൻ ഇതിന് 1 ലക്ഷം റുപ്യ 4% കേന്ദ്രത്തിൻ്റെ ലോണുണ്ട്. 4% അതുണ്ട്. അതിപ്പോൾ നാളെ വിചാരിച്ച് എനിക്ക് അടക്കാം. പക്ഷേ അടക്കടക്കട്ടില്ല. എങ്ങനെ ഈ കൃഷിനെ കുറിച്ച് നിങ്ങൾ ഈ പുതിയ തലമുറയോട് പുതിയ തലമുറ കൃഷിയിലേക്ക് വരണം, എന്നിട്ട് നമ്മുടെ നാട് രക്ഷിക്കണം. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ പന്നിയൂർ ഫാമിൽ വയനാട്ടിലെ കാർഷിക കോളേജിലെ കുട്ടികൾ, തിരുവനന്തപുരം വെള്ളാണിയിലെ കാർഷിക കോളേജിലെ കുട്ടികൾ ഒരു 2 വട്ടമായിട്ട് ഒരു 10-50 പേര് വന്നു. അവരോട് പറഞ്ഞു, നിങ്ങൾ ഇത് പഠിച്ചിട്ട് നാട്ടിൽ തന്നെ നിൽക്കണം. അതിന് നാടിന് വേണ്ടിയിട്ട് പുതിയ തലമുറേനെ ഇതിലേക്ക് കൊണ്ടുവരണം. അതിന് വേണ്ടുന്ന എല്ലാ സ്ഥലങ്ങളും പുറത്തൊന്നും പോയിട്ട് സമയം വേസ്റ്റാക്കരുത് ഇതിനെക്കൊണ്ട്. പിന്നെ അത് മാത്രമല്ല, എനിക്ക് പുതിയ തലമുറയോട് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ 50 സെൻറ്റ് സ്ഥലം ഉണ്ടെങ്കിൽ അധ്വാനിക്കാനുള്ള ശേഷിയുള്ള ഭാര്യയും ഭർത്താവും മനസ്സും ധൈര്യമുള്ളവരുണ്ടെങ്കിൽ 50 സെൻറ്റ് ഉണ്ടെങ്കിൽ 50,000 റുപ്യ എല്ലാ ചിലവും വെച്ചിട്ട് പിടിക്കാം. ഞാനങ്ങനെ ഈ കടമ്പീടിയൻ്റെ രഹസ്യം പരമാവധി ചിലവ് ചുരുക്കി എന്നിട്ടാണ് ഞാൻ ഈ കടം കംപ്ലീറ്റ് 8 ബാങ്കിലായിട്ട് കിടക്കുന്നത്. ഈ 20 ലക്ഷം റുപ്യക്ക് 5 ലക്ഷം റുപ്യ മാത്രമാണ് എൻ്റെ ചെറിയ പലിശ കാർഷിക ലോൺ. ബാക്കിയെല്ലാം ബ്ലീഡാണ്. കോപ്പറേറ്റീവ് ബാങ്കാണെന്ന് പറഞ്ഞിട്ട് വരുന്ന പലിശയല്ല. അത് ഒരു ബാങ്കിലും ഓവർ ഡേ ആവാതെ കൊണ്ട് കൃത്യമായിട്ട് അടച്ചിട്ട് ഇന്ന് ഏത് ബാങ്കിൽ പോയാലും എനിക്ക് പൈസയാണ്. പക്ഷേ എനിക്ക് ഇത് പൈസ വേണം. ഇതെല്ലാം കൃഷിയിലെ കൂടി തന്നെയാണ്? എല്ലാം കൃഷിയിൽ. വേറെ ഒരു വരുമാനം എനിക്ക്. ഞാൻ 0. അത് വർഷങ്ങൾക്ക് മുമ്പേ 4 വർഷം അപ്പുറം പാപ്പിൻശ്ശേരിയിലെ കൃഷി ഓഫീസർ എൻ്റെ നെല്ല് ഉൽപ്പാദനം കാണാൻ വേണ്ടി വന്നു. എടുക്കുന്നില്ലേ? ഉൽപ്പാദനം കാണാൻ വന്നു. അപ്പോൾ ഉൽപ്പാദനം കാണാൻ വേണ്ടി വന്നപ്പോൾ കൃഷി ഓഫീസർ വീട്ടിലെത്തിയപ്പോൾ എൻ്റെ മകളും കൃഷി ഓഫീസറും കല്യാശ്ശേരി സ്കൂളിൽ ഒന്നിച്ച് പഠിച്ചതാണ്. അപ്പോൾ അവർ പരിചയം പുതുക്കി. ഞാൻ കുറേ കാര്യങ്ങൾ ഇതേപോലെ നിങ്ങളോട് പറയുമ്പോഴുള്ള എൻ്റെ അനുഭവമെല്ലാം പറഞ്ഞു മകളോട് സ്വകാര്യം ചോദിച്ച് അച്ഛൻ പറയുന്നതെല്ലാം സത്യമാണോ എന്ന് ബോധ്യപ്പെട്ടതിന് ശേഷം പത്രക്കാർ ദേശാമാന്യം പത്രക്കാർ ഇവരെല്ലാം ഇത് എഴുതിയെടുത്തിട്ട് കളവാന്ന് ചോദിച്ചു. എന്നിട്ട് അന്നത്തെ കൃഷി ഓഫീസർ പറഞ്ഞു അത് റിക്കാർഡാണ്, ദേശാമാന്യം എടുത്ത് വരുത്തി മനസ്സിലാവും. ഇതുപോലത്തെ ഒരു കൃഷിക്കാരനെ ഈ പ്രദേശത്തുള്ള കണ്ണൂർ ജില്ലയിലുള്ള കേരളത്തിൽ പോലും കാണാൻ ഉണ്ടാവും. അത്ര പ്രയാസം. പിന്നെ എൻ്റെ വിജയത്തിൻ്റെ രഹസ്യം ആരോഗ്യമാണ്. ആരോഗ്യത്തിൻ്റെ രഹസ്യം നാടൻ ഭക്ഷണം കഴിച്ചിട്ട് എനിക്ക് ഒരു 55-ാമത്തെ വയസ്സിൽ എൻ്റെ മകൾ മംഗലാപുരം BSc നഴ്സിംഗ് ലാസ്റ്റ് വർഷം പഠിക്കുമ്പോൾ എൻ്റെ നടുവളി ഇപ്പോൾ ഒരു ഭാഗം തളർന്നു. അലോപ്പതി മരുന്ന് കഴിക്കാതെ കൊണ്ട് ആയുർവേദം കഴിച്ച് മാറിയില്ല. വയ്യ യോഗയിൽ മാറ്റിയിട്ട് ഇപ്പോൾ എല്ലാ പണിയെടുക്കും, ഒരു പ്രശ്നമില്ല. യോഗ ഇന്ന് രാവിലെ വരെ വരണ്ടിക്കൽ വേറെ ഒരു കാര്യമുണ്ട്. വെറുതെ ഉടായി പൂട്ടിയിട്ടൊന്നും കാര്യമില്ല. മന്ത്രിയായാലും തിരക്കില്ല, ആരായാലും തിരക്കില്ല. ഇവർക്ക് വേണ്ടുന്ന സൗകര്യങ്ങളെല്ലാം കൃഷി ഓഫീസർ ഇതെല്ലാം ചെയ്തു കൊടുക്കുന്നുണ്ട്. പിടിച്ച് നിൽക്കാൻ വേണ്ടിയിട്ട് മന്ത്ലി എന്തെങ്കിലും ഒന്ന് കൊടുക്കണം. എനിക്ക് ഇനി വേണമെന്നൊന്നുമില്ല. ഇനി എനിക്ക് കിട്ടിയാലും ഒരു പരിധിയില്ല. ഈ മേഖലയിൽ പിടിച്ച് പുതിയ തലമുറ കയറി വരണ്ടിക്കൽ അവർക്ക് എന്തെങ്കിലും സഹായം സർക്കാർ ചെയ്തേ പറ്റൂ. എല്ലാ മേഖലയിലും കൊടുക്കുന്നില്ലേ. പിന്നെ ഭക്ഷണം അന്നം ഉണ്ടാക്കി തരുന്നവർക്ക് കൊടുക്കാൻ എത്ര മടി.
ഇത് ആരും പറയാതെ കണ്ട് സമ്മർദ്ദം ചെലുത്താണ്ട് ചെയ്യേണ്ടതല്ലേ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ. എന്തെത്ര മടി, കാശില്ലാന്ന് പറഞ്ഞിട്ട് അതെല്ലാം വിചാരിച്ചാൽ ഇതെല്ലാം നടക്കും. പക്ഷെ അത് വിചാരിക്കണം, ആ ബോധം ഉണ്ടാവും. അവരുടെ ഈ കൃത്യത കൃഷി രീതിൻ്റെ മേന്മ എന്തൊക്കെയാണ്? കൃത്യത കൃഷി കൃത്യമായിട്ട് ചെയ്താൽ ഉൽപ്പാദനം നമ്മൾ പറഞ്ഞറിയിക്കുന്നതിലപ്പുറം ഉൽപ്പാദനം. പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ അധ്വാനം കുറവ്, കഠിനാധ്വാനം കുറവ്, കായികാധ്വാനം കുറവ്. പക്ഷെ അതോടൊപ്പം തന്നെ നമ്മൾ ബ്രെയിൻ കുറച്ച് വർക്ക് ചെയ്യണം പറഞ്ഞാൽ അത് വന്നോട് ചെയ്തുകൊണ്ടിരിക്കുന്നു. അത് ഞാൻ ആദ്യം കണ്ണൂരിൽ നിന്ന് ക്ലാസ്സിന് പങ്കെടുക്കുമ്പോൾ ഒരുപാട് പിന്നെ സമ്മർദ്ദം, ഞാൻ ഇതെങ്ങനെ ഒന്ന് സംഘടിപ്പിച്ചെടുക്കുമെന്ന് വിചാരിച്ചു. അങ്ങനെ പിന്നെ ഇവിടെ പോയപ്പോൾ ഇവിടെ വിജ്ഞാന കേന്ദ്രം അവിടെ പോയപ്പോൾ എനിക്ക് പ്രയാസം പെട്ടു. നമ്മൾ 10-40 ആൾ പിന്നെ ക്ലാസ്സിന് പങ്കെടുത്തിരുന്നു. ഞാൻ 1 ലക്ഷം റുപ്യ പാപ്പിശ്ശേരി ബാങ്കിൽ ഇതിനായിട്ട് കാർഷിക ലോണും പാസ്സാക്കിയിട്ട് അവിടെ പോയത്. ക്ലാസ്സെല്ലാം കഴിഞ്ഞ് വരാറാകുമ്പോൾ ഡോക്ടർ ജയരാജ് സാർ ചോദിച്ചു, പിന്നെ ആരാണ് ചെയ്യാറായിട്ട് ലോണോ അല്ലെ ക്യാഷോ ആയിട്ട് റെഡി ആയിട്ടുള്ളത്? ഞാൻ കൈ വിളിച്ചു. വേറെ ആരും വിളിച്ചു. ഞാൻ മാത്രമേ ഈ രീതിയിൽ നന്നായിട്ട് ചെയ്തിട്ടും വേറെ ആരും 1-2 ആൾ ചെയ്യണമെന്ന് പറയാൻ കഴിയില്ല. പക്ഷേ എൻ്റെത് മാത്രമാണ് ആകാശവാണിയിലും അതുപോലെ തന്നെ മറ്റു രീതിയിൽ പിന്നെ പ്രചാരണത്തിൽ വന്നിട്ടുള്ളത്. ഉണ്ടെങ്കിൽ ഇതേ രീതിയിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവർ കൊടുക്കൂല, പന്നിയുടെ വാങ്ങുകാർ. അപ്പോൾ ഇതാണ് പിന്നെ ഇതിനെപ്പറ്റി പറയാൻ. ധൈര്യപൂർവ്വം കടന്നു വരാം. കൃഷി ലാഭമോ നഷ്ടമോ ഈ രീതിയിൽ ചെയ്താൽ? ഈ രീതിയിൽ ഒരു വിധത്തിലും നഷ്ടം വരില്ല. പക്ഷേ ആദ്യഘട്ടത്തിൽ പിടിച്ചു നിൽക്കാൻ വേണ്ടി പ്രയാസമുണ്ട്. അതിന് സർക്കാർ സഹായം ചെയ്തേ പറ്റൂ. പിന്നെ ജനത്തോട് കടമയും പിന്നെ ബാധ്യതയും ഉണ്ടെങ്കിൽ, സർക്കാരുകൾക്ക് ബാധ്യതയുണ്ടെങ്കിൽ പിന്നെ ഇത് ഉഷാറാക്കിയെടുക്കുക, നാട് രക്ഷപ്പെടുത്തുക. അല്ല നാട് പിന്നെ മറ്റേ ഗാസ് ലൈൻ അപ്പുറത്തേതാണ്, ഒരു സംശയവും.